സായ് സുദർശൻ 12 റൺസിനും ശുഭ്മൻ ഗിൽ 10 റൺസിനും പുറത്തായതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്. ഓറഞ്ച് ക്യാപ്പ് വൈഭവ് സൂര്യവംശിയുടെ തലയിൽ തന്നെ ഇരിക്കും. ഈ 15 വയസ്സുകാരൻ ഇത്തവണത്തെ IPL 2026 ഓറഞ്ച് ക്യാപ്പ് ലീഡർ ബോർഡിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഏകദേശം വ്യക്തമായിരുന്നു. ശുഭ്മൻ ഗില്ലോ സായ് സുദർശനോ അദ്ദേഹത്തെ ബീറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ, എന്നാൽ മാത്രമേ ഈ 15കാരിൽ നിന്നും ഈ തൊപ്പി മാറുകയുള്ളൂ എന്നുള്ളത്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോഴും അഹമ്മദാബാദിൽ തുടരുകയാണ് വൈഭവ്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ടീമിൽ നിന്നും നിൽക്കാതെ അദ്ദേഹം നേരെ അഹമ്മദാബാദിലേക്ക് വന്നത്. ഈ സീസൺ ഒരു പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, അത് ചരിത്രവും കൂടിയാണെന്ന് പറയേണ്ടി വരും. ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ, ഓറഞ്ച് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്നതും കൂടി വൈഭവ് സൂര്യവംശിയുടെ പേരിൽ ഈ IPL സീസണോടുകൂടി കാര്യം വ്യക്തമാവുകയും ചെയ്യും. ഇനി 2-3 സ്റ്റാറ്റ്സും കൂടെ സംസാരിക്കാം. വൈഭവ് എന്തുകൊണ്ടാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ടോക്ഡ് പേഴ്സൺ ആയത് എന്നതും കൂടി നമുക്കൊന്ന് സംസാരിക്കണമല്ലോ. പ്രധാനപ്പെട്ട കാര്യം, ദ ഫാസ്റ്റസ്റ്റ് ബാറ്റർ ടു സ്കോർ 1000 IPL റൺസ് ബൈ ബോൾസ്, ഏറ്റവും വേഗതയിൽ IPL 1000 റൺസ് തേക്കുന്ന പ്ലെയറായി ഈ 15കാരൻ മാറി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, 600 റൺസും 700 റൺസും ക്രോസ് ചെയ്യുന്ന ഫസ്റ്റ് പ്ലെയർ വിത്ത് എ സ്ട്രൈക്ക് റേറ്റ് ഓഫ് 200 അബോവ്, അതും ഒരു പ്രധാനപ്പെട്ട റെക്കോർഡ് കൂടിയാണ്. മറ്റൊന്ന്, ഒരു സിംഗിൾ IPL സീസണിൽ 500 റൺസ് പവർ പ്ലേയിൽ മാത്രം അടിച്ചെടുത്തു എന്നൊരു കണക്കും കൂടി വൈഭവിൻ്റെ പേരിൽ വരുന്നുണ്ട്. അതായത് പവർ പ്ലേസിൽ മാത്രം 500 റൺസിന് മുകളിൽ അതും ഒരു സിംഗിൾ സീസണിൽ നേടിയെടുക്കുന്ന റെക്കോർഡ് വരുന്നു. 6 ഹിറ്റിങ്ങിൽ 400 റൺസ് സിക്സേഴ്സിലൂടെ മാത്രം നേടിയെടുത്തു എന്ന റെക്കോർഡും കൂടി വൈഭവിൻ്റെ പേരിൽ വരുന്നു. മോസ്റ്റ് റൺസ് ബൗണ്ടറീസിലൂടെയും നേടിയെടുക്കുന്നു. അങ്ങനെ പല റെക്കോർഡ്സ് ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടി നേടിക്കൊടുത്തിട്ടാണ് വൈഭവ് സൂര്യവംശി പടിയിറങ്ങുന്നത് എന്ന് വേണ്ടി തന്നെ പറയാം. ഈ സീസണിൽ നിന്ന് മാത്രമായിട്ട് പറഞ്ഞതുപോലെ തന്നെ വൈഭവ് 1.10 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ നിന്നും വരുന്നത്. ഇന്ന് ബോൾ ബൈ ബോൾ ഡെഫിനേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് നോക്കുമ്പോൾ ഏകദേശം 34 കോടി രൂപയാണ് നിലവിൽ വൈഭവ് സൂര്യവംശിയുടെ റേറ്റ് ആയിട്ട് വരുന്നത്. അതായത് 1 കോടി രൂപ, 1,10 ലക്ഷം രൂപയ്ക്ക് മാത്രം രാജസ്ഥാൻ റോയൽസ് വാങ്ങിച്ച പ്ലെയറുടെ പ്രോഫിറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 33 ക്രോർസിൽ നിന്ന്. അതായത് രാജസ്ഥാൻ്റെ അവർ എത്രയോ പ്ലെയേഴ്സിനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഇത്രയും ബിഗ് ബൈ അവർക്ക് സംഭവിക്കുന്നതാണ്. ഇനി നാളെ വൈഭവ് സൂര്യവംശിയെ രാജസ്ഥാൻ റോയൽസ് റീറ്റെയിൻ ചെയ്തില്ല എന്ന് വിചാരിക്കുക. രാജസ്ഥാൻ ആരെ റീറ്റെയിൻ ചെയ്തില്ലെങ്കിലും വൈഭവിനെ റീറ്റെയിൻ ചെയ്യും. ഇൻ കേസ് ഏത് വൈഭവിനെ റീറ്റെയിൻ ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ അയാൾ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിലവിലെ ഏറ്റവും പൈസ എന്ന് പറയുന്നത് ഋഷഭ് പന്തിനാണ്. അത് 27 കോടി രൂപയ്ക്കാണ്. സെക്കൻഡ് ശ്രേയസ് അയ്യർ 26.25 കോടി രൂപ. വൈഭവ് സൂര്യവംശിയുടെ റേറ്റ് 30 കഴിഞ്ഞ് 35 വരെയെങ്കിലും എത്തി നിൽക്കും മിനിമം എന്നുള്ളതാണ്. പക്ഷേ അത്രയും പൈസയ്ക്ക് ഈ 15കാരനിലേക്ക് പോകാൻ രാജസ്ഥാൻ റോയൽസ് എന്തായാലും നിൽക്കില്ല. സ്വാഭാവികമായിട്ടും വൈഭവിനെ റീറ്റെയിൻ ചെയ്യും. പക്ഷേ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് പ്ലെയർ ആയിട്ട് തന്നെ റീറ്റെയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏകദേശം 18 കോടി രൂപയാണ് റീറ്റെയിനിങ് പ്രൈസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഫസ്റ്റ് പ്ലെയറിന് കൊടുക്കുന്ന റീറ്റെയിനിങ്. സോ 18 ക്രോർസ് എന്ന് പറയുമ്പോൾ ഈ 34 പകുതി വരുന്നുള്ളൂ. സോ അതിന് എങ്ങനെയാവും വൈഭവ് പറയുകയാണ് മാറുകയാണ്, ടീമിൽ നിന്ന് മാറുകയാണ്, ഞാൻ ലേലത്തിന് പോകാൻ റെഡിയാണെന്നൊക്കെ പറയുക എന്നുള്ളതൊക്കെ ഫ്യൂച്ചർ കാര്യങ്ങൾ. പക്ഷേ ഈ IPL സീസണിൻ്റെ ലീഡർ ബോർഡിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വൈഭവ് സൂര്യവംശി തന്നെ നിൽക്കുന്നു. ശുഭ്മനും സായ് സുദർശനും വിരാട് കോഹ്ലിക്ക് നല്ല പിന്നിലാണ്. അതുകൊണ്ട് തന്നെ വിരാട്ടിന് വൈഭവിൻ്റെ റെക്കോർഡ് എന്തെങ്കിലും തകർക്കാനൊന്നും കഴിയത്തില്ല. സോ വൈഭവ് തന്നെയായിരിക്കും ഇത്തവണത്തെ ഓറഞ്ച് ക്യാപ്പിൽ ലീഡർ ബോർഡിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. പല റെക്കോർഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡ് ഈ 19ാമത്തെ IPL സീസണിൽ കാണാൻ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്നു എന്നൊരു റെക്കോർഡും കൂടിയാണ് വൈഭവ് സൂര്യവംശി തീർക്കുന്നത്. ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് നിര ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത് 3 പ്ലെയേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് സായ് സുദർശൻ, ശുഭ്മൻ ഗിൽ, ജോസ് ബട്ട്ലർ എന്ന 3 പ്ലെയേഴ്സ്. അതിൽ സായും ശുഭ്മനും പോയി എങ്ങനെയായിരിക്കും ഗുജറാത്തിൻ്റെ ഫൈറ്റ് ബാക്ക് എന്നത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.